ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സന്തോഷിന്റെ കാര്യത്തിൽ എന്തു തീരുമാനമെടുക്കണമെന്നറിയാതെ വീണ ജോണിനെ കാണുന്നുണ്ട്. ആ ഇടങ്കോലിനൊക്കെ എന്നോട് ദേഷ്യമുള്ളത് കൊണ്ട് ജയിക്കാനായി എന്തും വിളിച്ചു പറയാം. പക്ഷെ അതുപോലെയാണോ സന്തോഷ്? അവന് വീണയെ അറിയില്ലേ, എന്നെ അറിയില്ലേ? അങ്ങനെയൊരു അലിഗേഷനിൽ അവൻ ഒരിക്കലും ഒപ്പുവെക്കരുതായിരുന്നു. അവന്റെ വിശ്വാസമില്ലായ്മക്കിട്ട ഒപ്പാ അത്. ഇനി ഒരു വാക്കും അതിന്റെ കീഴെ എഴുതി വെക്കാനില്ലെന്ന എന്റെ പക്ഷം. പക്ഷേ തീരുമാനം വീണയുടേതാണ്. നമ്മുടെ ഉള്ളു പറയുന്നൊരു ശരിയുണ്ടാവണം, അത് ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ എന്ന് ജോൺ പറയുമ്പോൾ എന്റെ ഉള്ളൊക്കെ എത്രയോ കാലമായി ബ്ലാങ്കാ. ശരിയേത് തെറ്റേതെന്നുള്ള ധാരണ പോയിട്ട് കാലം കുറച്ചായി. പണ്ടൊക്കെ നമുക്ക് ചുറ്റും ഇഷ്ടമുള്ള മനുഷ്യരായിരുന്നു. കുറച്ചു കാലമായി നമ്മളെ ആരൊക്കെയോ ജഡ്ജ് ചെയ്ത് മോശം പറയുന്നു, തണ്ടു പറയുന്ന പെണ്ണെന്ന് പറയുന്നു. വിഷമം കൊണ്ടുപോലും ശബ്ദമുയർന്ന അത് വേറെ വിധത്തിലാ ജഡ്ജ് ചെയ്യപ്പെടുന്നത്. പഴയ വീണ മാറിപ്പോയോ ജോണേട്ടാ എന്ന് വീണയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. പഴയ വീണ കുറച്ചൊന്ന് മാറിപ്പോയി. ആ മാറ്റത്തിൽ നിന്ന ഈ ചോദ്യങ്ങൾ. പഴയ ആത്മവിശ്വാസം, സരസ്വതി ടീച്ചറുടെ പകർപ്പെന്ന ബോധ്യം, അതിനൊക്കെ ചെറിയ കുറവ് വന്നു. തെറ്റെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ചുറ്റും നിന്ന് കല്ലെറിയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടമാവും. ഒന്ന് കണ്ണടച്ച വീണയ്ക്ക് ആ പഴയ കളിച്ചിരിക്കാരിയെ കാണാൻ പറ്റും. നമ്മളിലെ നല്ലതുകൾ, പോസിറ്റീവ്നെസ്, അതൊന്നും നഷ്ടപ്പെടാൻ അനുവദിക്കരുത് വീണ എന്ന് ജോണും ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എനിക്ക് മനസ്സിലായി ജോണേട്ടാ, ശരിക്കും വ്യക്തമായി എന്ന് വീണ ചിരിയോടെ പറയുമ്പോൾ ഇനി തീരുമാനിച്ചോ, അത് ശരിയായിരിക്കുമെന്ന് ജോണും. നമ്മൾ ഒരിക്കലും നമ്മളെ നഷ്ടപ്പെടുത്തി ജീവിക്കരുത്, ജീവിക്കാൻ തീരുമാനിക്കരുത്, അത്രയുള്ളൂ എന്ന് ജോൺ പറയുമ്പോൾ ജോണേട്ടന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു. ശരി തെറ്റുകളിൽ വല്ലാത്ത സംശയം. പക്ഷേ എനിക്കിപ്പോ നല്ല വ്യക്തതയുണ്ട് ജോണേട്ടാ, താങ്ക്സ് എന്ന് വീണയും പറയുന്നുണ്ട്. ആയിക്കോട്ടെ, നമ്മുടെ തീരുമാനങ്ങൾ ശരിയാവട്ടെ, അവ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് ജോൺ പറയുമ്പോൾ സത്യം ജോണേട്ടാ, താങ്ക്സ് എന്ന് പറഞ്ഞ് വീണയും ജോണിനോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് മ്യൂച്വലിന്റെ ഡ്രാഫ്റ്റുമായി സന്തോഷിന്റെ വീട്ടിലെത്തിയ വക്കീലിനെയാണ് കാണിക്കുന്നത്. മ്യൂച്വലിന്റെ ഡ്രാഫ്റ്റ് ആയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കെന്ന് പറഞ്ഞ വക്കീൽ ആ ഡ്രാഫ്റ്റ് സന്തോഷിന്റെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും സന്തോഷം അത് വായിച്ചു നോക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് വക്കീൽ പറയുന്നത് കേൾക്കെ പോറ്റിക്കും സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചറമ്മയും വീണയും അഡ്വക്കേറ്റ് സുജിയും ശിവരാമൻ ചേട്ടനുമെല്ലാം സന്തോഷിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. കാറിന്റെ ശബ്ദം കേട്ട് സന്തോഷിന്റെ അച്ഛൻ നടേശൻ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. ടീച്ചറമ്മയും ടെൻഷനോടെ നിൽക്കുന്ന കുഞ്ഞിയെ ചേർത്ത് പിടിച്ച് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അഡ്വക്കേറ്റ് സുജി അവരുടെ വക്കീലിനോടായി പറയുന്നുണ്ട്, മധുബൻ സാർ ഡ്രാഫ്റ്റിന്റെ അപേക്ഷ കണ്ടു, അത് ഓക്കെയാണെന്ന്. രണ്ടു കൂട്ടരും വായിച്ചിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഒഴിവാക്കാനോ ഉണ്ടെങ്കിൽ അതും ചെയ്ത് ഫൈനൽ പ്രിന്റ് എടുത്ത് ഇന്നു തന്നെ സൈൻ ചെയ്യിക്കണമെന്ന് മധുബൻ പറയുമ്പോൾ അങ്ങനെ തന്നെ പരമാവധി നോക്കാം സാർ എന്ന് സുജിയും പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ സോമൻ സാർ പറഞ്ഞപ്പോൾ നമ്മൾ ഒത്തുകൂടിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. ആ വിധത്തിൽ തർക്കങ്ങളിലേക്കോ കൈയേറ്റങ്ങളിലേക്കോ പോവാൻ പാടില്ല. രണ്ടു കൂട്ടരും അത് ഉൾക്കൊണ്ട് സംയമനം പാലിക്കണം എന്ന് വക്കീൽ സുജി ഓർമ്മിപ്പിക്കുമ്പോൾ അന്ന് സംഭവിച്ചത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാ, ആ വിധത്തിൽ ഇനി ഉണ്ടാവില്ലെന്ന് നടേശൻ പറയുന്നത് കേൾക്കെ മണിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വളരെ ഇഷ്ടത്തോടെയും പ്രതീക്ഷയോടെയും തുടങ്ങിയ ബന്ധമാ. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഒന്നിച്ചു പോകണമെന്ന എന്റെ അഭിപ്രായം എന്ന് നടേശൻ പറയുമ്പോഴേക്കും ഓ നടേശൻ പറഞ്ഞ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് കാര്യങ്ങൾ കുറെ മുമ്പോട്ട് പോയി. വെറുതെ ഓരോന്ന് പറഞ്ഞ് കാര്യങ്ങൾ പിന്നോട്ടടിക്കല്ലെന്ന് പോറ്റിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. രണ്ടു കുടുംബത്തിലെന്ന പോലെ ഒന്നായിരുന്ന രണ്ടു കുട്ടികളുടെയും താല്പര്യത്തിന് നമ്മൾ വില കൽപ്പിക്കണം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ തർക്കത്തിന് വേണ്ടി പറയുന്നതല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സന്തോഷം വീണയും തമ്മിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായതായി തോന്നിയിട്ടില്ല. പരസ്പര വിശ്വാസത്തിന്റെ കാര്യത്തിൽ വന്ന വീഴ്ചയായി പറയുന്നത്. സരസ്വതി വീട്ടിൽ മടങ്ങിയെത്തിയത് സന്തോഷ് അറിഞ്ഞില്ലെന്നതാ പ്രശ്നം. അതൊരു പ്രശ്നമായി എടുക്കാതെ ക്ഷമിക്കാമെങ്കിൽ ഇനിയുള്ളത് ഈ വീട്ടിലെ ചിലരും വീണയും തമ്മിലുള്ള പ്രശ്നങ്ങളാ. അത് ഇവരെ രണ്ടാളെയും ഒന്ന് മാറ്റി പാർപ്പിച്ചാൽ പരിഹരിക്കാവുന്നതേയുള്ളൂ എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ രണ്ടു കൂട്ടരും കൂടി മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോയത്. ഇനി പഴംപുരാണം എന്തിന് ചർച്ച ചെയ്യണം, അല്ല പിന്നെ എന്ന് ദേഷ്യത്തോടെ പോറ്റി ചോദിക്കുന്നുണ്ട്. അവസാന നിമിഷം വരെ അവരൊന്നാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം, അല്ലാതെ വന്ന ഉടനെ ഒപ്പിട്ട് പിരിക്കുകയാണോ വേണ്ടത്? പിന്നൊരു ഖേദം രണ്ടു കൂട്ടർക്കും ഉണ്ടാവരുത് എന്ന് ശിവരാമേട്ടൻ വീണ്ടും പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒരിക്കലും ഒരു ഖേദം തോന്നില്ല, അത് ഉറപ്പാ, അങ്ങനെ നിങ്ങൾ വിഷമിക്കണ്ട എന്ന് മണിയും ദേഷ്യത്തോടെ പറയുമ്പോൾ പോറ്റിക്കും സന്തോഷമാവുന്നുണ്ട്. രണ്ടു കൂട്ടർക്കും സമ്മതമെങ്കിൽ മ്യൂച്വൽ കൺസെന്റ് ഡിവോഴ്സിന്റെ പ്രോസസ്സിലേക്ക് കടക്കാം എന്ന് മധുബൻ വക്കീൽ പറയുമ്പോൾ നമുക്കൊരു കുടുംബജീവിതം വർക്കാവില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ച് അവരവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് തന്നെയാ നല്ലത്. പരസ്പരം ആരോപിച്ച് ചെറുതാവാതെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി അംഗീകരിക്കുകയാണ് വേണ്ടത്
എന്ന് സുജിയും പറയുന്നുണ്ട്. ഇതൊക്കെ അംഗീകരിക്കുമ്പോഴും ചില ബന്ധങ്ങളിൽ വന്നു പോകുന്ന മാറ്റം അംഗീകരിക്കുമ്പോഴും വിഷമവും വേദനയും അങ്ങനെ തന്നെ തുടരുകയല്ലേ. പണ്ടൊക്കെ തിരുത്തി മുന്നോട്ട് പോവാനാണ് പറയുക, ഇപ്പോ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവാനാണ്. കാലത്തിന്റെ മാറ്റവും സൗകര്യവുമാണ്. എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്നോട് സംസാരിക്കാൻ പോലുമുള്ള ബന്ധമില്ലാതാവാൻ ഈ വിവാഹം കാരണമായല്ലോന്നാ. അങ്ങനെയൊരു ദുഃഖം കൂടിയുണ്ട്. എല്ലാം മുറപ്രകാരം തന്നെ നടക്കട്ടെ എന്ന് അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ശിവരാമേട്ടനും പറയുന്നുണ്ട്, എന്റെ സഹോദരി ഇല്ലാതിരുന്ന സമയത്ത് ഞാനായിട്ടാ ഇവളുടെ കൈ പിടിച്ച് ഒന്നാക്കിയത്. ഇപ്പോ ഇവര് പിരിയാൻ ഒപ്പിടാൻ നിൽക്കുമ്പോൾ അതിന്റെ എരണക്കേടാണെന്ന് ഞാൻ ശരിക്കും സംശയിക്കുന്നു എന്ന് ശിവരാമേട്ടനും സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സുജിയും പറയുന്നുണ്ട്, എല്ലാവരും ആ ഡ്രാഫ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന്. അത് കേൾക്കെ വീണയും ടീച്ചറമ്മയും ശിവരാമേട്ടനുമെല്ലാം ആ ഡ്രാഫ്റ്റ് വായിച്ചു നോക്കിക്കൊണ്ട് സുജിയുടെ കയ്യിലേക്കായി തിരികെ നൽകുമ്പോഴേക്കും മധുവൻ വക്കീലും പറയുന്നുണ്ട്, എല്ലാ സെറ്റിൽമെന്റ്സും ഇവിടെ തീരണം. പെൺകുട്ടിയുടെ എന്തെങ്കിലും സാധനങ്ങളോ രേഖകളോ ഉരുപ്പടിയോ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. നേരെ തിരിച്ചും പയ്യന്റെ സാധനങ്ങളോ രേഖകളോ മറ്റോ പെൺകുട്ടിയുടെ കൈവശമുണ്ടെങ്കിൽ അതും മടക്കി കൊടുക്കാമെന്ന് വക്കീൽ പറയുമ്പോൾ വീണയുടെ കുറച്ച് ആഭരണം അലമാരയുടെ ലോക്കറിൽ ഇരിപ്പുണ്ടെന്ന് സന്തോഷ് പറയുമ്പോഴേക്കും എടുത്തു കോട് എന്ന് പുച്ഛത്തോടെ പോറ്റിയും പറയുന്നുണ്ട്. ഇരിപ്പുണ്ടെങ്കിൽ അതങ്ങ് എടുത്തു കൊടുക്കടാ എന്ന് മണി ദേഷ്യത്തോടെ പറയുമ്പോൾ സന്തോഷ് അനങ്ങാതെ നിൽക്കണ കണ്ട് എടാ പോയി എടുത്തു കൊടുക്കടാ എന്ന് മണി വീണ്ടും പറയുന്നുണ്ട്. അത് കാണാൻ ടീച്ചറമ്മയും പറയുന്നുണ്ട്, അതെങ്കിലും ഒറ്റയ്ക്കൊന്ന് തീരുമാനിക്ക് സന്തോഷേ എന്ന്. സന്തോഷ് പെട്ടെന്ന് തന്നെ അത് പോയി എടുത്തുകൊണ്ടുവന്ന് വീണയുടെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിക്കൊണ്ട് വക്കീലിനോടായി ഇതാണ് സ്വർണമെന്ന് പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് മധുബനും അത് അവർക്ക് കൊടുക്കൂ എന്ന് സന്തോഷിനോടായി പറഞ്ഞ് വീണയോടായി നിങ്ങൾ ഇത് നോക്കിയിട്ട് എല്ലാം ഉണ്ടോന്ന് ഒന്ന് കൺഫേം ചെയ്യൂ എന്ന് പറഞ്ഞ് സന്തോഷിനോടായി കൊടുത്തോളൂന്ന് പറയുന്നുണ്ട്. സന്തോഷ് അതുമായി ചെല്ലുമ്പോഴേക്കും വീണയും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഒരു നിമിഷം ടെൻഷനോടെ പരസ്പരം നോക്കിയിട്ട് സന്തോഷ് ആ ആഭരണപ്പെട്ടി വീണയുടെ കൈകളിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴേക്കും വീണയും ടെൻഷനോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അത് വാങ്ങുമ്പോഴേക്കും അതൊന്ന് തുറന്നു നോക്കി പറയൂ എന്ന് മധുവൻ പറയുന്നുണ്ട്. വീണയും അത് കേൾക്കെ അത് തുറന്നു നോക്കി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ അരികിലേക്കായി ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും മധുബനും പറയുന്നുണ്ട്, സെറ്റിൽമെന്റ് എഗ്രിമെന്റിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ചേർക്കാം. ഇനി അലിമണിയുടെ കാര്യത്തിൽ ഒരു തീർപ്പിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വീണയോടായി ജീവനാംശം എങ്ങനെയാണ് വേണ്ടത്? ഒരിക്കൽ കിട്ടുന്ന ലംസമാണോ മന്ത്ലിയാണോ ഉദ്ദേശിക്കുന്നതെന്ന്. തനിക്ക് ജീവനാംശം വേണ്ടെന്ന് വീണയും ഉറപ്പിച്ചു പറയുന്നുണ്ട്. പണിയെടുത്ത് എനിക്കായുള്ളത് ഉണ്ടാക്കാനാവുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്ന് വീണ പറയുന്നത് കേൾക്കെ കുഞ്ഞി ആലോചിച്ചിട്ട് ഇത് നിന്റെ അവകാശമാണെന്ന് വല്യമ്മയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ പിന്നീട് മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാൻ ലോ അനുവദിക്കില്ല. അത് ബോധ്യമുണ്ടോന്ന് അഡ്വക്കേറ്റ് മധുബനും ചോദിക്കുന്നുണ്ട്. ഉണ്ട് സാർ, അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഈ പറയുന്നത് എന്ന് വീണയും ഉറപ്പിച്ച് പറയുമ്പോൾ അപ്പോൾ വൺ ടൈം സെറ്റിൽമെന്റ് പോലും വേണ്ടേ എന്ന് മധുബൻ വക്കീൽ ചോദിക്കുന്നുണ്ട്. വേണ്ട സാർ, എനിക്കൊന്നും വേണ്ട. എൻ്റെ സ്വർണവും ആഭരണങ്ങളുമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനു പുറമെ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കണ്ണു നിറഞ്ഞ് സന്തോഷിനെ ഒന്ന് നോക്കുന്നുണ്ട് വീണ. അത് വാങ്ങിയാ ഞാൻ എന്നെ തോൽപ്പിക്കുന്ന പോലെ ആവും അമ്മേ എന്ന് ടെൻഷനോടെ വീണ അമ്മയോടായി പറയുമ്പോഴേക്കും എനിക്ക് നിന്നെ മനസ്സിലാവും കുഞ്ഞി എന്ന് ടീച്ചറമ്മയും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കോടതിയിൽ ജഡ്ജി ചോദിച്ച ഇതേ വാക്കു തന്നെ പറയണം. അലിമനി വോളണ്ടറി വേവ്ഡ് എന്ന് റിക്വയർഡ് ആണ് എന്ന് മധുവ വക്കീൽ പറയുമ്പോൾ അതെ സാർ, ഇതാണ് എൻ്റെ തീരുമാനം, ഞാൻ ഇതെവിടെയും പറയാം എന്ന് വീണ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോഴേക്കും സുജിയും പറയുന്നുണ്ട്, സർ, മൈ ക്ലയന്റ് ഹാസ് കോൺഷ്യസ്ലി ഡിസൈഡഡ് ടു വേവ് അലിമണി. ദാറ്റ്സ് നോ കൊറേഷൻ. അത് കേൾക്കെ രണ്ടാൾക്കും സൈൻ ചെയ്യാവുന്നതാണെന്ന് അഡ്വക്കേറ്റ് മധുബനും പറയുന്നുണ്ട്. അത് കേൾക്കെ സന്തോഷത്തോടെ പോറ്റിയും മണിയും അവനോട് പോയി സൈൻ ചെയ്യാനായി പറയുന്നുണ്ട്. സന്തോഷ് സൈൻ ചെയ്യാനായി പോകുമ്പോഴേക്കും വീണയും അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും രണ്ടാളും വായിച്ചിട്ടുണ്ടല്ലോ എന്ന് മധുവൻ ചോദിക്കുമ്പോൾ വായിച്ചു എന്ന് സന്തോഷ് പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് സുജിയും വീണ എന്ന് ചോദിക്കുമ്പോഴേക്കും വായിച്ചു മാഡം എന്ന് വീണയും. ഈ പെറ്റീഷൻ ഒപ്പിടുന്നത് സ്വന്തം ഇഷ്ടത്താലാണോ എന്ന് സുജി ചോദിക്കുമ്പോൾ അതെ എന്ന് വീണ. സന്തോഷേ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ, എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ എന്ന് മധുവൻ ഒന്നുകൂടി ചോദിക്കുമ്പോഴേക്കും ഇല്ല സാർ എന്ന് സന്തോഷം തീർത്തു പറയുന്നുണ്ട്. അത് കേൾക്കെ വീണയും ടെൻഷനോടെയും സങ്കടത്തോടെയും സന്തോഷിന്റെ മുഖത്ത് നോക്കുമ്പോഴേക്കും സന്തോഷ് അവളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ പരിഭ്രമത്തോടെ നിൽക്കുന്നുണ്ട്. വീണയുടെ മനസ്സിലേക്ക് അപ്പോഴേക്കും ആദ്യമായി സന്തോഷിനെ കാണുന്നതും പിന്നീട് അവരുടെ കല്യാണം കഴിഞ്ഞ നിമിഷങ്ങളും ആദ്യ രാത്രി രണ്ടുപേരും ഒന്നിച്ച് പുറത്തുപോയതും സന്തോഷമൊത്തുള്ള മനോഹര നിമിഷങ്ങളുമെല്ലാം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. സങ്കടത്തോടെ അവൾ സന്തോഷിനോടായി ചോദിക്കുന്നുണ്ട്, സന്തോഷേട്ടനെ ഒടുവിലായി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോന്ന്? ഇപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് ഞാൻ കരുതി.
മൗനം സമ്മതം എന്ന് കണ്ണീരോടെ അവൾ പറയുമ്പോഴും സന്തോഷ് ഒന്നും മിണ്ടാതെ അതിനിൽപ്പു തന്നെയാ. ഒപ്പിട്ടോളൂ എന്ന് അഡ്വക്കേറ്റ് മധുവൻ പറയുമ്പോൾ പരിഭ്രമത്തോടെ ഒരു നിമിഷം സങ്കടത്തോടെ നിൽക്കുന്ന വീണയെ നോക്കിക്കൊണ്ട് സൈൻ ചെയ്യാനൊരുങ്ങുന്ന സന്തോഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.